ഒരു CA സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ്, ലൈഫ് അവനെ സംബന്ധിച്ചോളം +1 +2 വരെ ഒരു തോൽവി അറിയാണ്ട് വന്നതായിരിക്കും. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് CA എന്നുള്ള ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് അവൻ ആദ്യമായിട്ട് തോക്കുക. അപ്പോൾ ആ ഒരു തോൽവി എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം കിട്ടാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പഠിച്ചിട്ടും ചില സമയത്ത് ആ ഒരു എഫേർട്ട് എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാവാം. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് എല്ലാ സ്റ്റുഡൻസും തോക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുമ്പോൾ ഡെയിലി ഒരു 60 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 90 ഡേയ്സ് ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാ ഡേയ്സും എഫക്റ്റീവ് അല്ല. ചില ദിവസങ്ങളിൽ ആ കുട്ടി മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കും. അതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ മെൻ്റലി ഡൗൺ ആകുന്ന സമയത്ത് ഒരാൾ പുഷ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സഹായിക്കാൻ, ആ ഒരു കെയറിങ് എടുക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം കേൾക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയിട്ടാണ് റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ ആ ഒരു റോൾ വരുന്നത്. അപ്പോൾ നമുക്ക് അവരെ ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ഓവർകം ചെയ്യാൻ പറ്റിയാൽ എല്ലാ കുട്ടികളും പാസ്സാവും. അത് ആണ് ഈ ഒഡെയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.